ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. വന്യജീവി ആക്രമണം മൂലം കൃഷിനാശവും ജീവഹാനിയും. തൃശൂർ ജില്ലയിലെ മലയോര നിവാസികൾ അതിരപ്പള്ളി അരൂർമൊഴിയിൽ ജനകീയ പ്രതിരോധ സദസ്സ് നടത്തും. വെള്ളാറ്റാഞ്ഞൂരിൽ 3 കുട്ടികളുമായി യുവതി കിണറ്റിൽ ചാടി. 2 കുട്ടികൾ മരിച്ചു. വെള്ളാറ്റാഞ്ഞൂർ പൂന്തിരുത്തിൽ വീട്ടിൽ അഭിജയ്, അതിദേവ് എന്നിവരാണ് മരിച്ചത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാട് കേസിൽ CPM സംസ്ഥാന സമിതി അംഗം MK കണ്ണനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. ബുധനാഴ്ച ഹാജരാവാൻ ആവശ്യപ്പെട്ട് കണ്ണന് ED നോട്ടീസ്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. വന്യജീവി ആക്രമണം മൂലം കൃഷിനാശവും ജീവഹാനിയും സംഭവിക്കുന്നതിനാൽ തൃശൂർ ജില്ലയിലെ മലയോര നിവാസികൾ അതിരപ്പള്ളി പഞ്ചായത്തിലെ അരൂർമൊഴിയിൽ ജനകീയ പ്രതിരോധ സദസ്സ് നടത്തും. ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് സിൽവർ സ്റ്റോൺ പാർക്കിന് മുൻപിൽ നിന്ന് ജാഥയായി പുറപ്പെട്ട മേരിമാത ലത്തീൻ പള്ളി ഗ്രൗണ്ടിൽ എത്തിച്ചേരുന്ന പ്രതിരോധ സദസ്സ് കിഫ ചെയർമാൻ അലക്സ് ഒഴുകയിൽ ഉദ്ഘാടനം ചെയ്യും. വാഴച്ചാൽ അതിരപ്പള്ളി സംരക്ഷിത വനമേഖലയിൽ വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതിന് പ്രധാന കാരണം സംരക്ഷിത വനത്തിലെ വാണിജ്യാടിസ്ഥാനത്തിൽ തേക്ക്, യൂക്കാലി കൃഷിയും മരം മുറിയും അതിനെ തുടർന്നുള്ള റീപ്ലാന്റിംഗുമാണെന്ന് ഇവർ ആരോപിച്ചു. സ്വകാര്യ വ്യക്തികൾ പാട്ടവ്യവസ്ഥയിൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നത് ജനവാസ മേഖലയിലേക്ക് മൃഗങ്ങളെ ആകർഷിക്കുന്നു. കൂടാതെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംരക്ഷിത വനത്തിനുള്ളിലെ ട്രെക്കിംഗ്, ജീപ്പ് സവാരിയും കാടിനുള്ളിൽ നിന്ന് പുറത്തു വരാൻ വന്യമൃഗങ്ങൾക്ക് പ്രേരണയാകുന്നു. കൂടാതെ സംരക്ഷിത വനത്തിനുള്ളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൃഗങ്ങളെ പുറത്തു കടക്കാൻ പ്രേരിപ്പിക്കുന്നു. വനത്തിൽ അനിയന്ത്രിതമായി പെരുകിയ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ തീറ്റയും വെള്ളവും ഇല്ലാത്ത അവസ്ഥയാണ് മറ്റൊരു കാരണം. എല്ലാറ്റിനും പുറമെ വനംവകുപ്പിന്റെ നിഷ്ക്രിയത്വം. വന്യമൃഗങ്ങൾ വരുത്തുന്ന കൃഷിനാശം മൂലം മലയോര മേഖലയിലെ ജനങ്ങൾ ദുരിതത്തിലാണ്. മലയോര ജനതയുടെ ജീവനും ജീവനോപാധിയും ഇല്ലാതാകുന്ന വന്യമൃഗശല്യം, ബഫർ സോൺ, മരംമുറി പ്രശ്നം, പട്ടയ പ്രശ്നം മുതലായവയുടെ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും യോഗത്തിൽ പങ്കുവയ്ക്കുന്നു. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ വേണ്ട നിർദ്ദേശങ്ങളും അധികാരികളുടെ മുന്നിൽ വയ്ക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് ജോസ് വർക്കി, അതിരപ്പള്ളി യൂണിറ്റ് സെക്രട്ടറി ഫ്രാൻസിസ് പുളിക്കൻ, പ്രോഗ്രാം കൺവീനർ KM സെബാസ്റ്റ്യൻ, AA പിയൂസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. വെള്ളാറ്റഞ്ഞൂരിൽ 3 കുട്ടികളുമായി യുവതി കിണറ്റിൽ ചാടി. 2 കുട്ടികൾ മരിച്ചു. വെള്ളാറ്റഞ്ഞൂർ പൂന്തിരുത്തിൽ വീട്ടിൽ അഭിജയ്, ആദിദേവ് എന്നിവരാണ് മരിച്ചത്. ഇവരുടെ അമ്മ സൈന, 1.5 വയസ്സുള്ള മകൾ ആഗ്നിക എന്നിവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നുച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. മരിച്ച കുട്ടികളിൽ ഒരാളുടെ മൃതദേഹം വെള്ളറക്കാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും ഒരാളുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ്. അമ്മയും 1.5 വയസ്സുകാരി മകളും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എരുമപ്പെട്ടി സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കുന്നംകുളം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ B വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേന സംഘം സ്ഥലത്തെത്തി. നാട്ടുകാരും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് 4 പേരെയും കിണറ്റിൽ നിന്നും പുറത്തെത്തിച്ചത്. മീഡിയ ടൈം, തൃശൂർ. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിൽ 10,000 അശ്വതി കാവു തീണ്ടി. അശ്വതി നാളിൽ രാവിലെ ക്ഷേത്രാധികാരിയായ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ പല്ലക്കിൽ ബലിപ്പുരയിൽ എത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പാലക്കൽ വേലൻ ആദ്യം കാവു തീണ്ടി. കൊടുങ്ങല്ലൂർ കാവും പരിസരവും 10,000 ജനനിബിഡമായിരുന്നു. കാവിലും പരിസരങ്ങളിലും പട്ടുടുത്ത് അരമണി ചുറ്റി വാളുമേന്തി തുള്ളിയുറയുന്ന കോമരങ്ങൾ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് പ്രസിദ്ധമായ അശ്വതി കാവ് തീണ്ടലിന് എത്തിയത്. അശ്വതി നാളിൽ രാവിലെ ക്ഷേത്രാധികാരിയായ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ പല്ലക്കിൽ ബലിപ്പുരയിൽ എത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഭഗവതിക്ക് ചികിത്സ വിധിക്കുന്ന പാലക്കൽ വേലൻ ദേവിദാസൻ പടിഞ്ഞാറെ നടയിൽ പീഠമിട്ടിരുന്നു. കുന്നത്തുമഠം പരമേശ്വരനുണ്ണി അടികൾ, മഠത്തിൽ മഠം രവീന്ദ്രനാഥൻ അടികൾ എന്നിവർ ചേർന്നാണ് പൂജകൾ നിർവഹിച്ചത്. പൂജകൾ പൂർത്തിയാക്കി അടികൾമാരും വലിയ തമ്പുരാനും ക്ഷേത്രം തന്ത്രിയും മറ്റ് പരിവാരങ്ങളും കിഴക്കേ നടയിലൂടെ പുറത്തിറങ്ങി. തമ്പുരാൻ അടികൾമാർക്ക് അധികാരദണ്ഡ് കൈമാറി. തുടർന്ന് നിലപാടുതറയിൽ എഴുന്നള്ളിയ തമ്പുരാൻ കാവ് തീണ്ടുവാൻ അനുമതി നൽകുന്നതിന്റെ അടയാളമായി കോയ്മ ചെമ്പട്ടുകുട ഉയർത്തി കാണിച്ചു.
കിഴക്കേ നടയിലെ നിലപാട് തറയ്ക്ക് മുകളിൽ ചെമ്പട്ടുകൂട ഉയർന്നു പൊങ്ങിയതോടെ അവകാശത്തറകളിൽ കാത്തുനിന്ന കോമരക്കൂട്ടങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഇരമ്പിയാർത്ത കൊടുങ്ങല്ലൂർ കാവിനെ പ്രകമ്പനം കൊള്ളിച്ച് ക്ഷേത്രത്തിനു ചുറ്റും 3 പ്രദക്ഷിണം വെച്ച് അശ്വതിക്കാവ് പോകി. പാലക്കൽ വേലൻ ആദ്യം കാവ് തീണ്ടി, പിന്നാലെ കോമരങ്ങളും ഭക്തരും കാവ് തീണ്ടി. നിലപാട് തറയിലെത്തി വലിയ തമ്പുരാന്റെ അനുഗ്രഹം വാങ്ങി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടിയിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച 3 മണിക്ക് പൂർത്തിയായതോടെ മത്സര ചിത്രം വ്യക്തമായി. ചാലക്കുടിയിൽ 11 പേർ മത്സര രംഗത്തുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പത്രിക പിൻവലിക്കൽ ഇന്നലെ പൂർത്തിയായതോടെ ചാലക്കുടിയിൽ നിന്ന് ലോക്സഭാ മണ്ഡലത്തിൽ 11 പേർ ജനവിധി തേടും. 2019 ചാലക്കുടിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ബെന്നി ബെഹനാൻ കോൺഗ്രസിനായി കൈപ്പത്തി ചിഹ്നത്തിൽ വീണ്ടും രംഗത്തിറങ്ങുമ്പോൾ CPM കണ്ടുപിടിച്ചത് ജനപിന്തുണയുള്ള എതിരാളിയെ. കഴിഞ്ഞ പിണറായി സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന C. രവീന്ദ്രനാഥ് ചുറ്റികരിവാൾ നക്ഷത്രം ചിഹ്നത്തിൽ കളത്തിലിറങ്ങുന്നു. NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് BDJSലെ KA ഉണ്ണികൃഷ്ണനാണ്. കുടം അടയാളത്തിലാണ് ഉണ്ണികൃഷ്ണൻ ജനവിധി തേടുന്നത്. ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ 2020 സ്ഥാനാർത്ഥി ചാർലി പോളി മത്സരരംഗത്തുണ്ട്. BSP സ്ഥാനാർത്ഥിയായി റോസ്ലിൻ ചാക്കോ ആന ചിഹ്നത്തിലും സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ പാർട്ടിക്ക് വേണ്ടി M. പ്രദീപൻ ബാറ്ററി ടോർച്ച് ചിഹ്നത്തിലും മത്സരിക്കും. ഇതോടെ മുൻനിര മത്സരങ്ങൾ ആവേശത്തിലാകും. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി അരുൺ എടത്തനാടൻ ഗ്യാസ് സിലിണ്ടർ ചിഹ്നത്തിലും, TS ചന്ദ്രൻ ലക്കോട്ട് ചിഹ്നത്തിലും, KC ജോൺസൺ അലമാര ചിഹ്നത്തിലും, ബോസ്കോ കളമശ്ശേരി ക്യാമറ ചിഹ്നത്തിലും, KR സുബ്രൻ കളർ ബ്രഷും ചിഹ്നത്തിൽ മത്സരരംഗത്തുണ്ട്. ഇതോടെ ചാലക്കുടിയിൽ പോരാട്ടച്ചൂട് ഉയരുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. പൂങ്കുന്നത്തെ മുരളി മന്ദിരത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് BJP അംഗത്വം നൽകിയ പത്മജ വേണുഗോപാലിന്റെ നടപടികൾക്കെതിരെ K. മുരളീധരൻ MP രംഗത്ത്. പത്മജയുടേത് തരം താഴ്ന്ന രാഷ്ട്രീയ പ്രവൃത്തി. തന്റെ അച്ഛനും അമ്മയും അന്തിയുറങ്ങുന്ന സ്ഥലം സംഘികൾക്ക് വിട്ടുകൊടുക്കില്ല, മുരളീധരൻ പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും പ്രാർത്ഥിച്ചാൽ ബുദ്ധിയില്ലാത്തവർക്ക് ബുദ്ധി വരും. ഇന്ന് പ്രാർത്ഥിച്ചവർക്ക് അങ്ങനെ നാളെ ബുദ്ധി വരും. അത് നല്ലതാണ്. അല്ല, ഈ ഇന്നത്തെ ഒരു ദിവസം പ്രത്യേകിച്ച് അവിടെ അത്തരം ഒരു പരിപാടി എന്ന് പറയുന്നത് അത് കരുണാകരൻ്റെ ആത്മാവ് പുറക്കുന്ന തരത്തിലാണോ? അല്ലെങ്കിൽ അച്ഛൻ്റെ ആത്മാവ് പൊറുക്കാത്ത പ്രവർത്തികളാണല്ലോ ഇത്രയും നാൾ ചെയ്തോണ്ട്. പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ശത്രുവാളയത്തിന് പാർട്ടിയെ ഒറ്റിക്കൊടുക്കാൻ നോക്കിയത് നടന്നില്ല. അത് കാര്യമാണ്. അത് അച്ഛൻ്റെ ആത്മാവിന് സന്തോഷം നൽകുന്ന കാര്യമല്ലല്ലോ. പക്ഷേ ഇത് അച്ഛൻ്റെയും മാത്രമല്ല, അമ്മയുടെയും. അമ്മ ഒരിക്കലും എൻ്റെ പിതാവിൻ്റെ പൊതുജീവിതത്തിൽ ഒരിക്കൽ പോലും കോൺട്രവേഴ്സ്യലാകാത്തതാണുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും മാധ്യമങ്ങൾ വായിച്ചിട്ടുണ്ടോ എൻ്റെ അമ്മ രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെട്ടു? എന്താണ് എൻ്റെ അച്ഛൻ പറയുന്നത് അതിനെ വേദവാക്യമാക്കി കൊണ്ടുവന്നാണ് എൻ്റെ ഒരു കുടുംബജീവിതം എങ്ങനെ വേണമെന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അമ്മയോട്. മാത്രമല്ല, വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി അറിയിക്കാതെ വീട്ടിലൊരാൾ വന്നു കയറിയാൽ അയാൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് അമ്മ ഞങ്ങൾക്ക് തരാം. അങ്ങനെയുള്ളൊരമ്മയുടെ ഓർമ്മ ദിനത്തിൽ ഈ ഒരു വൃത്തികെട്ട കളി എങ്ങനെ ഈ കുടുംബത്തിലെ അംഗത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് ഓർക്കുമ്പോൾ ഒരു മാനസികമായിട്ട് ദുഃഖം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാട് കേസിൽ CPM സംസ്ഥാന സമിതി അംഗം MK കണ്ണനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. ബുധനാഴ്ച ഹാജരാവാൻ ആവശ്യപ്പെട്ട് കണ്ണന് ED നോട്ടീസ് നൽകി. ഒക്ടോബറിൽ സ്വത്ത് വിവരങ്ങളുടെ പട്ടിക രേഖകളുടെ പകർപ്പുകൾ സഹിതം എത്തിക്കാൻ ആവശ്യപ്പെട്ടിരുന്നതിനാൽ ഭാഗികമായ രേഖകൾ മാത്രമേ നൽകിയിട്ടുള്ളൂവെന്നാണ് ED അറിയിച്ചത്. സെപ്റ്റംബർ 29-ന് 2ാം തവണ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചെങ്കിലും വിറയൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് MK കണ്ണനെ വിട്ടയക്കുകയായിരുന്നു. ഇതിനുശേഷം ഒക്ടോബറിൽ സ്വത്ത് വിവരങ്ങളുടെ പട്ടിക രേഖകളുടെ പകർപ്പുകൾ സഹിതം എത്തിക്കാൻ ആവശ്യപ്പെട്ടിരുന്നതിൽ ഭാഗികമായ രേഖകൾ മാത്രമേ നൽകിയിരുന്നുള്ളൂവെന്നാണ് ED അറിയിച്ചത്. വീണ്ടും വിളിപ്പിക്കുമെന്ന് അന്ന് തന്നെ അറിയിച്ചിരുന്നുവെങ്കിലും ഉണ്ടായില്ല. കരുവന്നൂർ സഹകരണ ബാങ്ക് ബിനാമി വായ്പാ തട്ടിപ്പിന്റെ ഭാഗമായി നടന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ 1ാം പ്രതി P. സതീഷ് കുമാറിന് വേണ്ടി കണ്ണൻ പ്രസിഡന്റായുള്ള തൃശൂർ സഹകരണ ബാങ്കിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് കണ്ണനെ ചോദ്യം ചെയ്തത്. സതീഷ് കുമാറിന്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് തൃശൂർ സഹകരണ ബാങ്കിലും അയ്യന്തോൾ സഹകരണ ബാങ്കിലും ED പരിശോധന നടത്തിയിരുന്നു. മീഡിയ ടൈം, തൃശൂർ. മാള ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡ് പുളിയിലക്കുന്ന് വെട്ടുകടവ് റോഡ് കാന നിർമ്മാണത്തിന് പിന്നിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്ന് ആരോപണം.
കാന നിർമ്മാണത്തിനായി ഏതാണ്ട് 30ഓളം വണ്ടി മണ്ണ് ഇതിനകം ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. മണ്ണ് നീക്കത്തിൽ അഴിമതി നടന്നുവെന്നാണ് ആരോപണം. പുളിയിലക്കുന്ന് വെട്ടുകടവ് റോഡിലെ കാന നിർമ്മാണം ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടന്നു വരികയാണ്. കാന നിർമ്മാണത്തിനായി ഏതാണ്ട് 30ഓളം വണ്ടി മണ്ണ് ഇതിനകം ഇവിടെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിന്റെ അധികാര പരിധിയിലുള്ള ഈ മണ്ണ് നിയമാനുസൃതം ലേലം ചെയ്തല്ലാതെ മാറ്റാൻ കഴിയില്ല എന്നിരിക്കെ മണ്ണ് കടത്തിയതിന്റെ ചൊല്ലിയുള്ള വിവാദം കൊഴുക്കുകയാണ്. വാർഡ് മെമ്പറുടെ അറിവില്ലാതെ മണ്ണ് കരാറുകാരൻ നീക്കം ചെയ്യില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഞാൻ ഈ മണ്ണ് കട്ടുകൊണ്ടുപോയി ഇട്ട് പൈസ വാങ്ങിക്കാൻ വേണ്ടി കട്ടുകൊണ്ടുപോയതല്ല. പണിയുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് സൈറ്റിൽ മണ്ണ് ഇടാൻ പറ്റാത്തത് കൊണ്ട് അടുത്ത ആ വാർഡിലെ സൈറ്റിൽ ഒരു പറമ്പ് കണ്ടെത്തി ഞാൻ ആ മണ്ണ് അവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ്. ആ മണ്ണ് വേറൊരാൾ നികത്തുകയോ വേറെ ഒരാൾ കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല. ആ മണ്ണ് ഏത് സമയം വേണമെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ മണ്ണ് തിരിച്ചെത്തിച്ച് കൊടുക്കാൻ തയ്യാറാണ്. എന്നാൽ വാർഡ് മെമ്പറും ചുമതലയുള്ള ഉദ്യോഗസ്ഥരും പരസ്പരം പഴിചാരി രക്ഷപ്പെടുകയാണെന്നും നാട്ടുകാർ പറയുന്നു. മെമ്പറും കോൺട്രാക്ടറും സെക്രട്ടറിയും അസിസ്റ്റന്റ് എഞ്ചിനീയറും പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നതിന് പിന്നിൽ അഴിമതി നടത്തിയതിനെ കൂട്ടുകച്ചവട തെളിവാണെന്ന് പ്രതിപക്ഷവും പറയുന്നു. പഞ്ചായത്തിന്റെ പദ്ധതിയുടെ പേരിലുള്ള ഈ പകൽക്കൊള്ള അവസാനിക്കണമെങ്കിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. മാള ഗ്രാമപഞ്ചായത്ത് പാറക്കൂട്ടം 4-ാം വാർഡിലെ മെമ്പറാണ്. ഇപ്പോൾ മാള ഗ്രാമപഞ്ചായത്തിൽ 4-ാം വാർഡിൽ വെട്ടിടവ് പുളിയിലക്കുന്ന് റോഡിൽ താഴത്തപ്പുറത്ത് കമ്പനിയുടെ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഒരു കാന നിർമ്മാണം ഏകദേശം ഒരു 100-100 ചില മീറ്റർ കാന നിർമ്മാണം മാള പഞ്ചായത്തിൻ്റെ 2023-24 വർഷത്തെ പദ്ധതി പ്രകാരം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാന നിർമ്മാണത്തിൽ കുഴിച്ചെടുത്ത മണ്ണ് 1-2 സ്ഥലത്തായിട്ട് കോൺട്രാക്ടർ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കൂട്ടിയിട്ട മണ്ണ് ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നു, മെമ്പറെ അവിടെ നിന്ന് മണ്ണ് കളവ് പോയിട്ടുണ്ട്, ഒന്ന് അന്വേഷിച്ചിട്ട് പറയുമെന്ന് വെച്ചു. ഞാൻ അങ്ങനെ അത് പ്രകാരം ഞാൻ അവിടെ പോയി നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് മണ്ണുകൾ അവിടെ കുറവ് കണ്ടു. അപ്പോൾ മണ്ണ് കുറവ് കാണുന്നുണ്ട്, പരിശോധിക്ക്, അത് നിങ്ങളാണല്ലോ അതിൻ്റെ കസ്റ്റോഡിയൻ ആണല്ലോ അല്ലെങ്കിൽ സെക്രട്ടറിയാണ്, അതിനെ പരിശോധിച്ച് അതിൻ്റെ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ള രീതിയിലാണ് ഞാനത് പറഞ്ഞ് അവസാനിപ്പിച്ചു. പിന്നെ ഈ മണ്ണ് ഇപ്പം ഞാനല്ല അത് കാത്തു സൂക്ഷിക്കേണ്ട ആൾ ഞാനല്ല. എനിക്ക് ഈ ഗ്രാമപഞ്ചായത്തിലെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് വെപ്പിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ആ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് പഞ്ചായത്തിൻ്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. അവർ ആ കാര്യം മേൽനോട്ടത്തിൽ കൃത്യമായി ചെയ്യുന്നുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. മീഡിയ ടൈം മാള. ശാസ്ത്രലോകത്തെ വിസ്മയ കാഴ്ചകൾ ഒരുക്കുന്ന ചാലക്കുടിയിലെ റീജിയണൽ സയൻസ് സെന്ററിൽ തിരക്കേറുന്നു. വേനൽ അവധി ആരംഭിച്ചതോടെ സഞ്ചാരികളും വിദ്യാർത്ഥികളും ഗവേഷകരുമാണ് അത്ഭുത കാഴ്ചകൾ കാണാനും പഠിക്കാനുമായി കൂടുതലായി ഇവിടെ എത്തുന്നത്. പോട്ട പനമ്പള്ളി സ്മാരക ഗവൺമെന്റ് കോളേജിനോട് ചേർന്ന് 4 ഏക്കറിലാണ് ശാസ്ത്ര കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്നത്. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ കീഴിലുള്ള ഈ കേന്ദ്രം സംസ്ഥാന സർക്കാർ 30 കോടി രൂപ ചെലവിട്ടാണ് ഒരുക്കിയെടുത്തത്. ശാസ്ത്ര തത്വങ്ങളും സിദ്ധാന്തങ്ങളും എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന തരത്തിൽ പരിചയപ്പെടുത്തുന്ന ഗാലറികൾ, ഇന്നവേഷൻ ഹബ്, പ്ലാനറ്റോറിയം, 3D തിയേറ്റർ, ഒബ്സർവേറ്ററി, സയൻസ് പാർക്ക് തുടങ്ങിയ സംവിധാനങ്ങൾ അന്തർദേശീയ നിലവാരത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പോപ്പുലർ സയൻസ് ഗാലറി, ഗണിത ഗാലറി, ഡിജിറ്റൽ അഡ്വാൻസ് ഗാലറി എന്നിങ്ങനെയാണ് ഗാലറികൾ. 90 പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന 3D തിയേറ്റർ അത്യാധുനിക ടെക്നോളജിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഗവേഷണത്തിൽ അഭിരുചി വളർത്തിയെടുക്കാനായുള്ള ഇന്നവേഷൻ ഹബും ഇവിടെയുണ്ട്. ഫ്രാൻസിൽ നിന്നുള്ള അത്യാധുനിക ഉപകരണങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. 5000 ചതുരശ്ര അടിയിലാണ് പ്ലാനറ്റോറിയം. ലാർജ് ഫോർമാറ്റ് ഫിലിം പ്രൊഡക്ഷൻ സംവിധാനമുള്ള 3 ഡൈമെൻഷൻ തിയേറ്റർ പ്ലാനറ്റോറിയത്തിലുണ്ട്. അത്ഭുതവും ആനന്ദവും നൽകുന്ന വിസ്മയ കാഴ്ചകളായിരിക്കും തിയേറ്ററിൽ അനുഭവപ്പെടുക. ഔട്ട്ഡോറിലെ ഉദ്യാനത്തിൽ ഒരുക്കിയിട്ടുള്ള സയൻസ് പാർക്കിൽ പഠിക്കാനും മനസ്സിലാക്കാനും നിരവധി കാര്യങ്ങളാണുള്ളത്. രാത്രിയിൽ വാനനിരീക്ഷണം നടത്താനായി പ്രത്യേക ഗാലറിയും അത്യാധുനിക ടെലസ്കോപ്പും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നക്ഷത്ര കാഴ്ചകളും പ്രപഞ്ച ഉൽപ്പത്തിയും അന്യഗ്രഹ ജീവികളെയും കാണിച്ചു നൽകാനും തൊട്ടറിയിക്കാനും മനസ്സിലാക്കി തരാനുമായി ചാലക്കുടി റീജിയണൽ സയൻസ് സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. കൊടുങ്ങല്ലൂരിൽ ഭരണി ആഘോഷത്തിനായി എത്തിയ തമിഴ്നാട് സ്വദേശി ബസ്സിന് മുകളിൽ നിന്നും വീണ് മരിച്ചു. നിർത്തിയിട്ടിരുന്ന ബസ്സിന് മുകളിൽ കിടന്നുറങ്ങുകയായിരുന്നു ഊട്ടി മഞ്ചൂർ സ്വദേശി 27 വയസ്സുള്ള മനീഷ് കുമാർ. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിനെത്തിയ സംഘത്തിൽ ഉൾപ്പെട്ട മനീഷ് കുമാർ ബൈപ്പാസിൽ നിർത്തിയ ബസ്സിന് മുകളിൽ കിടന്നുറങ്ങുകയാണ് അപകടം സംഭവിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു.
പുത്തുഞ്ചിറയിൽ UDF സ്ഥാപിച്ച 5ാമത്തെ ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ചു. പുത്തുഞ്ചിറ ഉല്ലാസ് നഗറിൽ നിരന്തരമായി ബോർഡുകൾ നശിപ്പിക്കുകയാണ്. ഇതിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് UDF മാള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി UDF സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡ് കത്തിക്കുകയായിരുന്നു. പറവൂർ ന്യൂ കായ്ഷിൻ ഖാൻ കരാട്ടെ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കി വിജയികളായ കരാട്ടെ വിദ്യാർത്ഥികൾക്കും പരിശീലകർക്കും ബെൽറ്റും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. സമ്മേളനം ഉദ്ഘാടനവും ബെൽറ്റ് വിതരണവും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു. അഡ്വക്കേറ്റ് AK ശിവശങ്കരൻ അധ്യക്ഷനായി. നഗരസഭാ വൈസ് ചെയർമാൻ MJ രാജു മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന ഹയർ സെക്കൻഡറി അധ്യാപക അവാർഡ് ജേതാവ് പ്രമോദ് മാലിങ്കരയെ ചടങ്ങിൽ ആദരിച്ചു. മുനിസിപ്പൽ കൗൺസിലർ EV ശശികുമാർ, AK വേണുഗോപാൽ, ന്യൂ കായ്ഷിൻ ഖാൻ ചീഫ് ടെക്നിക്കൽ ഡയറക്ടർ ഹാൻഷി N വിജയകുമാർ, തൃശൂർ ജില്ലാ ചീഫ് ഇൻസ്ട്രക്ടർ കോഷി PR ആൻഡ്രൂസ് എന്നിവർ സംസാരിച്ചു. ചേന്നമംഗലത്ത് വിഷുമാറ്റച്ചന്ത തുടങ്ങി. പാലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലെ മാറ്റപ്പാടത്താണ് മേള ആരംഭിച്ചിരിക്കുന്നത്. 6 ദിവസങ്ങളിലായി നടത്തുന്ന മേള വിഷു തലേന്ന് രാത്രിയോടെ സമാപിക്കും. മേളയ്ക്ക് മുന്നോടിയായി നിരവധി ആളുകൾ പങ്കെടുത്ത സാംസ്കാരിക ഘോഷയാത്ര നടന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുള്ളതിനാൽ ഉദ്ഘാടന ചടങ്ങുകളൊന്നും നടത്തിയില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിഷുമാറ്റച്ചന്തയെപ്പറ്റി വിശദീകരിച്ചു. തുടർന്ന് RLV രാമകൃഷ്ണൻ മോഹിനിയാട്ടം അവതരിപ്പിച്ചു. മൺകലം, ചട്ടികൾ, കുട്ട, മുറം, ചവിട്ടികൾ, ചേനമംഗലം കൈത്തറി വസ്ത്രങ്ങൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, കാർഷിക വിളകൾ തുടങ്ങിയവയെല്ലാം മാറ്റപ്പാടത്തുണ്ട്. 250ഓളം സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ മേള കൂടുതൽ സജീവമാകും. വിദേശികൾ ഉൾപ്പെടെ മേള കാണാനെത്തും. കൈമാറ്റ സമ്പ്രദായം നിലനിന്നിരുന്ന കാലത്ത് പാലിയത്തച്ഛന്മാരാണ് മാറ്റച്ചന്ത ആരംഭിച്ചത്. ചാലക്കുടി നഗരസഭയുടെ മുൻപിൽ തണ്ണീർ പന്തൽ ഒരുങ്ങി. എല്ലാ ദിവസങ്ങളിലും രാവിലെ 11 മണി മുതൽ തണ്ണീർ പന്തലിൽ വിവിധതരം ദാഹശമനികൾ വിതരണമുണ്ടാകും. വഴിയാത്രക്കാർക്ക് തണ്ണിമത്തൻ ജ്യൂസ് നൽകി വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു തണ്ണീർ പന്തൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ ചെയർമാൻ ദിബു ദിനേശ് അധ്യക്ഷനായി. കൗൺസിലർമാരായ ഷിബു വാലപ്പൻ, പ്രീതി ബാബു, നിത പോൾ, സിന്ധു ലോജ്യ, തോമസ് മളിയേക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് തണ്ണീർ പന്തൽ പ്രവർത്തനം. മെത്രാഭിഷേകത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കോഴിക്കോട് രൂപത മെത്രാൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന് ജന്മനാട്ടിൽ ആദരമൊരുക്കുന്നു. ഏപ്രിൽ 13-ന് മാളപ്പള്ളിപ്പുറം ഇടവകയും പൗരാവലിയും ചേർന്നാണ് സ്വീകരണവും ആദരവും സംഘടിപ്പിക്കുന്നത്. കോട്ടപ്പുറം രൂപതയുടെ നേതൃത്വത്തിലാണ് മാളപ്പള്ളിപ്പുറം ഇടവകയിൽ അനുമോദനം സംഘടിപ്പിക്കുന്നത്. മാള പൗരാവലിയുടെ നേതൃത്വത്തിൽ 60 സംഘടനാ നേതാക്കൾ 3:30-ന് മാളയിൽ മെത്രാൻ ആദരം നൽകും. തുടർന്ന് മാളപ്പള്ളിപ്പുറത്തേക്ക് ഘോഷയാത്രയോടെ എത്തി സ്വീകരണം നൽകും. സ്കൂൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രിൻസിപ്പൽമാർക്കുമായി ഇന്നോവേഷൻ, ഡിസൈൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് ബ്യൂട്ട് ക്യാമ്പ് മാള ഹോളി ഗ്രേസിൽ തുടക്കമായി. കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നും 200ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത ചടങ്ങ് ചന്ദ്രയാൻ 3യുടെ മിഷൻ ഡയറക്ടറായിരുന്ന മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. And also Dr. Langovan's keynote address also will enlighten you on more appropriate way how to handle this thing. However, from my little bit of experience in science and technology area, certain things I learned I will share with you. Basically, my team is responsible for making and launching the launch vehicle, the LVM-3, which is the heaviest payload lifting capable vehicle of Indian Space Research Organization. The same vehicle in its human-rated version is aimed at taking human on board in Gaganyaan missions. So this is really a teamwork, and from that I really learned the fact is that we have to take every team member. If you start an entrepreneurship and you are moving up and success stories are there, then you try to take along with you everyone who are associated with your project or your theme of work. Everyone should be taken care, and a sense of belonging should be inculcated in the minds of everyone from the top to bottom. That I see in this institute also, I felt actually really from the chairman of the board to all the chairman of the other institutes. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഇന്നവേഷൻ വിഭാഗ അസിസ്റ്റന്റ് ഡയറക്ടറായ ഡോക്ടർ ഇളങ്കാവൻ കരിയപ്പൻ മുഖ്യാതിഥിയായി. ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ സാനി നാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ, ഫാർമസി കോളേജ് ഡയറക്ടർ ഡോക്ടർ പ്രിയംവദ സാരംഗി എന്നിവർ സംസാരിച്ചു. തെക്കൻ താണശ്ശേരി സെന്റ് സേവിയേഴ്സ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥൻ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ വലിയ തിരുനാൾ ഏപ്രിൽ 11, 12, 13, 14 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ
പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 14 വ്യാഴാഴ്ച വൈകിട്ട് തിരുനാളിന് കൊടിയേറും. തുടർന്ന് വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, പ്രദക്ഷിണം, വൈദ്യുത ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മം എന്നിവ നടക്കും. 14 തിരുനാൾ ദിന ചടങ്ങുകൾക്ക് ഫാദർ ജെയിംസ് പള്ളിപ്പാട്ട്, ഫാദർ ജോജോ കുറ്റിക്കാടൻ, ഇടവക വൈദികർ എന്നിവർ നേതൃത്വം നൽകും. 21 ഊട്ടുതിരുനാൾ ആഘോഷിക്കും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഫാദർ നവീൻ ആട്ടോക്കാരൻ, സേവ്യർ മാളിയക്കൽ, വിരയത്തിൽ അന്തോണി, ജെയിംസ് വക്കച്ചൻ കുടിയിരിക്കൽ, തോമസ് കവലക്കാട്ട് എന്നിവർ പങ്കെടുത്തു. പൊയ്യയിൽ കോഴിക്കോട് സ്വദേശി ആക്രമിച്ച് 5.5 ലക്ഷം കവർച്ച നടത്തിയ സംഭവത്തിൽ 2 പ്രധാന പ്രതികൾ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സ്വദേശി അലങ്കാരത്ത് വീട്ടിൽ ഷാമോൻ, മേത്തറ സ്വദേശി മതിലകത്ത് പറമ്പിൽ വീട്ടിൽ സാലിഹ് എന്നിവരെയാണ് മാൾ ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ അറസ്റ്റ് ചെയ്തത്. പണയത്തിലിരിക്കുന്ന സ്വർണം എടുപ്പിക്കാനുണ്ടെന്നുള്ള കാര്യം പറഞ്ഞ് സംഘത്തിൽ ഉൾപ്പെട്ട സ്ത്രീ കോഴിക്കോട് സ്വദേശിയായ ശ്യാംലാലിനെ പൊയ്യ ബിവറേജിന് സമീപത്തേക്ക് വിളിച്ചു വരുത്തി. ഇവരുടെ സഹോദരൻ എന്ന് പറഞ്ഞ് ബൈക്കിലെത്തിയ യുവാവ് ശ്യാംലാലിനെ ബിവറേജ് ജംഗ്ഷനിൽ നിന്നുള്ള കഴിഞ്ചിത്തറ റോഡിലേക്ക് കൊണ്ടുപോയി വഴിയിൽ കാത്തുന്ന സാലിഹും ഷാമോനും കൂടി ചേർന്ന് ആക്രമിച്ച് 5.5 ലക്ഷം അടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച് ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. വന്യജീവി ആക്രമണം മൂലം കൃഷിനാശവും ജീവഹാനിയും. തൃശൂർ ജില്ലയിലെ മലയോര നിവാസികൾ അതിരപ്പള്ളി അരൂർമൊഴിയിൽ ജനകീയ പ്രതിരോധ സദസ്സ് നടത്തും. വെള്ളാറ്റാഞ്ഞൂരിൽ 3 കുട്ടികളുമായി യുവതി കിണറ്റിൽ ചാടി. 2 കുട്ടികൾ മരിച്ചു. വെള്ളാറ്റാഞ്ഞൂർ പൂന്തിരുത്തിൽ വീട്ടിൽ അഭിജയ്, അതിദേവ് എന്നിവരാണ് മരിച്ചത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാട് കേസിൽ CPM സംസ്ഥാന സമിതി അംഗം MK കണ്ണനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. ബുധനാഴ്ച ഹാജരാവാൻ ആവശ്യപ്പെട്ട് കണ്ണന് ED നോട്ടീസ്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.